എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഡെയിലി നിങ്ങൾ കുറച്ച് ടൈം മാത്രം വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് UPIയിലോട്ടും അതുപോലെ തന്നെ Paytm വാലറ്റിലേക്കൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. ലൈവായിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വലിയ എമൗണ്ടൊക്കെ ഇൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടെ അത്യാവശ്യം നിങ്ങൾക്ക് പോക്കറ്റ് മണിയൊക്കെ ഇൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ക്യാഷ് ഇൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചിലപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ വീഡിയോ കണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം എന്താ പറയുക, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. താഴെയായിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ ക്ലെയിം നൗ എന്ന് പറഞ്ഞിട്ട് കാണാം. 220 കോയിൻസ് നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതിലെങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ആയിട്ട് ഒരുപാടധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. സോ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേ ഗെയിംസ് എന്ന് പറയട്ടെ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു സെക്ഷൻ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു കോയിൻസിന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമ്പിളാണ്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം കോയിൻസ് ഒക്കെ ഓരോ ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1065 കോയിൻസ് കിട്ടുന്ന ടാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ 795 ടാസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 10 രൂപ അതുപോലെ തന്നെ 7 രൂപ സംതിങ് ഒക്കെയാണ്. അപ്പോൾ സിമ്പിളാണ്. പ്ലേ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നമുക്ക് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്യുന്നതിനാണ് ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വാലറ്റിൽ ആഡ് ആക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാസ്ക് നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് വീണ്ടും പ്ലേ ഗെയിമിൻ്റെ ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മൈ ആപ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും പ്ലേ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അത്രയ്ക്കും സിമ്പിളാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം 2 മിനിറ്റാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചത്. നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 14 കോയിൻസാണ് നമ്മളെ വാലറ്റിൽ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒരു ടാസ്കിൽ 1 മിനിറ്റിന് 7 കോയിൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് ബ്രേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മൈ ആപ്സ് ക്ലിക്ക് ചെയ്യുക. പ്ലേ നൗ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പുതിയ ടാസ്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ 100 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഈ ഒരു സെക്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആപ്പ് ടാസ്ക് എന്ന് പറയട്ടെ. നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കോയിൻസിന് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലൈവായിട്ട് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് ഞാൻ ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടാസ്കിനും അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വർടൈസിംഗ് ആയിട്ട് ഒരു 3-4 പ്രാവശ്യം ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റായിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രാക്കിംഗ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം തിരിച്ച് നമ്മളെ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ മുമ്പ് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ചില ടാസ്ക് ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അതായത് വീണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 10,000 കോയിൻസ് കിട്ടുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 100 രൂപയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് എന്താ പറയുക KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. HDFC ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, സെക്യൂർ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 100 രൂപ നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ടാസ്ക് ആണ്. അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരുന്നില്ല, ജസ്റ്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്സിസ് ബാങ്ക് എന്ന് പറയട്ടെ. അപ്പോൾ ആ ഒരു ടാസ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 300 കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലൈവായിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം.
സോ ഇവിടെ താഴെയായിട്ട് വെബ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും, അതുകൂടെ എൻ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫേക്കായുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ 2010 ആ ഒരു റേഞ്ചിലൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ചോദിക്കുന്നതായിരിക്കും 7th 6th ആ ഒരു റേഞ്ചിൽ നിങ്ങൾ കൊടുക്കുക കേട്ടോ. അതായത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, എല്ലാം ഫേക്ക് കൊടുത്താൽ മതി. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മസ്റ്റായിട്ട് 2 മിനിറ്റ് നേരം ഈ ഒരു വെബ്സൈറ്റിൽ വെയിറ്റ് ചെയ്യുക, അതായത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് 300 കോയിൻസ് നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 300 കോയിൻസ് കറക്റ്റായിട്ട് തന്നെ നമ്മളെ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിയും വരെ ബാക്ക് അടിക്കാനോ അതുപോലെ തന്നെ വേറെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനോ നിൽക്കരുത്, ട്രാക്കിംഗ് ആവില്ല. അതുപോലെ തന്നെ ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പുതിയതായിട്ടുള്ള ഒരുപാട് ടാസ്ക് ഓഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നല്ലൊരു കോയിൻസ് നെയിം ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ നേരം വേണമെന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ നോക്കാം. സോ ഇവിടെ താഴെ രണ്ടാമതായിട്ട് റെഫർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓരോ ഫ്രണ്ടിനെ റെഫർ ചെയ്യുന്നതിന് 100 കോയിൻസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 100 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി, ആ ഒരു സ്പോട്ടിൽ 100 കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡെയിലി ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് 5 കോയിൻസാണ്, അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും കോയിൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം നമുക്ക് 10 കോയിൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ 15 ദിവസത്തിന് നമുക്ക് കിട്ടുന്നത് 100 കോയിൻസാണ് കേട്ടോ. അതായത് 1 രൂപ കിട്ടുന്നുണ്ട് 15ാമത്തെ ദിവസം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡെയിലി ചെക്കിനും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് സ്കാനറിൻ്റെ ഒരു ഓപ്ഷൻ എന്താ പറയുക മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോൺപേ, Paytm അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇതിൻ്റെയൊക്കെ QR കോഡ് നിങ്ങൾക്കൂടെ സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതല്ലാതെ UPI എൻ്റർ ചെയ്തിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വാലറ്റിൽ ഏകദേശം 1000 കോയിൻസ് ഉണ്ടായിരിക്കണം. അതായത് 10 രൂപയാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് വേണ്ടത്. അതല്ലാതെ UPI എൻ്റർ ചെയ്തിട്ടും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനായിട്ട് 5 രൂപ മാത്രം മതി മിനിമം റെഡിയുമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. UPI അതുപോലെ തന്നെ Paytm വാലറ്റ് റെഡിയും കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ UPI നോക്കുകയാണെങ്കിൽ മിനിമം റെഡിയുമായിട്ട് വരുന്നത് 5 രൂപയാണ്. 600 കോയിൻസ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ 5 രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 1150 കോയിൻസിന് 10 രൂപ, 2100 കോയിൻസിന് 20 രൂപ, 50,000 കോയിൻസ് ഉണ്ടെങ്കിൽ 500 രൂപ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. 50 രൂപയുടെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 100 രൂപയുടെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാസ്കിൻ്റെ ആ ഒരു സെക്ഷനിൽ 10,000 കോയിൻസിൻ്റെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 100 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് പാൻ കാർഡ് കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. ഇനി Paytm വാലറ്റ് നോക്കുവാണെങ്കിൽ 100 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 1 രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 1000 കോയിൻസിന് 10 രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരാളെ റെഫർ ചെയ്തിട്ട് 600 കോയിൻസ് ആക്കിയിട്ടുണ്ട്. എൻ്റെ വാലറ്റിൽ 500 ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. അപ്പോൾ ഞാനിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. 5 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ UPI എൻ്റർ ചെയ്തു. അതിനുശേഷം റെഡീം ഫോർ 600 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഞാൻ പ്രൂഫ് കൊടുക്കാം. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.